ഹലോ, ഇന്ന് മെയ് 9. ഞാൻ എൻ്റെ +2 റിസൾട്ടിനായി കാത്തിരിക്കും. അപ്പോൾ ഞങ്ങൾ ന്യൂസ് വെച്ച് നോക്കിയപ്പോൾ ന്യൂസിലൊക്കെ ഫുൾ നെഗറ്റീവ്. അങ്ങനെ 72% ജയിച്ചിട്ടുള്ളൂ, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറവാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ അനിയൻ ഋത്തിക്കും കൂടിയാണ് നമ്മൾ ന്യൂസ് കാണുന്നത്. ഇവനിങ്ങനെ പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുക മാർക്ക് ഉണ്ടാവും എന്നൊക്കെ. പിന്നെ റിസൾട്ട് അറിയുന്നതിന് മുന്നേ അവൻ എനിക്ക് മുട്ടായൊക്കെ കൊണ്ട് തരുന്നുണ്ട് ജയിച്ചു എന്നൊക്കെ. ഞാൻ ജയിച്ചില്ലടി, ഞാൻ തോറ്റാലോ. എന്റെ റിസൾട്ട് അറിയുന്നതിന് മുന്നേ എന്നെ പ്രോത്സാഹിപ്പിക്കും. പാപ്പ ഞാൻ ജയിച്ചു അറിയില്ല. എനിക്ക് ഫുൾ പ്ലസ്. അങ്ങനെ ഞാൻ അമ്മനെ വിളിച്ച് പറയട്ടെ, പറയട്ടെ. അങ്ങനെ റിസൾട്ട് അറിഞ്ഞപ്പോൾ തന്നെ സ്വപ്നാൻ്റെയും പ്രജീഷ് പാപ്പനൊക്കെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട്. ഹലോ, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ 3 കേക്ക്. അപ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അമ്മ അറിയാം, നിനക്ക് 10th-ലും +1-ലും +2-ലൊക്കെ ഫുൾ A+ ആയിട്ട് ഇവിടെ അങ്ങനെ പ്രോഗ്രാമൊന്നും നമ്മൾ നടത്തിയില്ലല്ലോ. അപ്പോൾ ഇത് 3ൻ്റെ കൂടി പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ എഴുതിയിട്ട് കൺഗ്രാറ്റ്സ് 10th 11th 12th അവധിന്ന്. അതായത് 3 കൊല്ലത്തെ ഹാർഡ് വർക്കിനും കൂടി 3 കേക്ക്. അങ്ങനെ ഞങ്ങൾ ഒരു കേക്ക് കട്ട് ചെയ്തു. എത്രയൊന്നും ചെലവാക്കണ്ടത് കുറഞ്ഞ സാധനം ഉണ്ടേലും എന്താ ഔദ്യോഗിക കൊണ്ട് സന്തോഷമൊന്നും. അപ്പോൾ വല്യമ്മ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുകയാണ്. ഇത് ആരാധ്യ, പിന്നെ പപ്പൻ്റെ ഫ്രണ്ട്സും വിളിച്ചതൊക്കെയാണ്. മാമ ഇതാരാ? മാമ ഗൈസ്, നിങ്ങൾ ഇതുവരെ കണ്ട മാമനല്ലേ ഇത്? മാമൻ ഇതേത് മാമൻ? അപ്പോൾ മാമ എനിക്ക് ടൈറ്റൻ്റെ ഒരു വാച്ച് ഉണ്ടെന്ന്, ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വാച്ചും മാമ വാങ്ങിച്ചന്നാണ്. ഇനി ഇടാൻ പോകുന്ന വാച്ചും മാമ വാങ്ങിച്ചു. ഇതാണ് അജിയമ്മ. അജിയമ്മയും സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വന്നത്. ഈ പെണ്ണിനെ ഇഷ്ടമായിട്ട് കൊണ്ടുപോയിക്കോളി കേട്ടോ വീട്ടിൽ. വീഡിയോ എടുക്കാൻ ഹാപ്പിയാണോ? എനിക്ക് തോന്നുന്നു എൻ്റെ റിസൾട്ടിൽ ഏറ്റവും സന്തോഷം എൻ്റെ പപ്പയും അമ്മയും. കാരണം 3 കൊല്ലം അവർ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് അമ്മ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അവരെയും 3 കൊല്ലത്തെ എഫേർട്ടിന് കാര്യമുണ്ടായി, എൻ്റെയും 3 കൊല്ലത്തെ സാക്രിഫൈസിന് കാര്യമുണ്ടായി. ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയായി. ഞാൻ കാരണം എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് രംഗണ്ണീനെയാണ്. എന്നോട് പറയാം ഈ ടേബിളിൻ്റെ മേലെ കയറിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ. രംഗണ്ണൻ എഫക്റ്റ് ആണെന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ മേലെ കയറിപ്പത്തിന് എങ്ങനെയാണ്
അങ്ങനെ ഇന്നത്തെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും അങ്ങനെ എൻ്റെ പാരൻസിനെ അങ്ങനെ ഹാപ്പിയാക്കി പ്രൗഡാക്കി കൊണ്ടുനടക്കാൻ പറ്റട്ടെ എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും അവർ ഞാൻ കാരണം കരയേണ്ടി വരുന്നൊരു ഗതികളുണ്ടാവരുത്. പിന്നെ ഈ ഫുൾ A+ പറഞ്ഞാൽ ഞാനും പപ്പയും അമ്മയും മാത്രമൊന്നും വിചാരിച്ച് കിട്ടുമല്ലോ. എൻ്റെ ടീച്ചേഴ്സ് അവർ ഭയങ്കരമായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സുജാത മാം ആയിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. ഞാൻ സെൻറ്റ് ജോസഫ് ആംഗ്ലോനിയൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എൻ്റെ ക്ലാസ് ടീച്ചർ സുജാത മാം ആയിരുന്നു. കെമിസ്ട്രിയിലാണ്, എനിക്ക് കെമിസ്ട്രിയിലാണ് ഫുൾ മാർക്ക് ഉള്ളത്. കെമിസ്ട്രി എനിക്ക് ഏറ്റവും ടഫ് സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അത് പിന്നെ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ വേറെ മിസ് ഉണ്ട്, ടെൽമ മിസ് ഉണ്ട്. ഫിസിക്സ് നമുക്ക് ജ്യോതി മിസ്, മിനി മിസ്, ഇംഗ്ലീഷ് ആയിക്കോട്ടെ ബിന്ദു മിസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പേരെടുത്ത് പറയുന്നുണ്ട്. ബയോളജിക്ക് സോയിഷ മിസ്, ആൻസി മിസ് ഉണ്ട്. പിന്നെ മാത്സിന് ജസ്ലിൻ മിസ്, സെൽസ മിസ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതിൽ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ പോയ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ RK ക്ലാസ്സസ് ആയിരുന്നു കാലിക്കറ്റിൽ. ഭയങ്കര അടിപൊളി ഫാക്കൽറ്റിയാണ് അവിടെ. സംഗീത മിസ്, രഞ്ജിത്ത് സാർ എനിക്ക് സ്വന്തം അമ്മേനെയും അച്ഛനെയും പോലെയാണ്. ശരിക്കും അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അവിടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടായിരിക്കും എനിക്ക് +2 കുറച്ചും കൂടി എന്താ പറയുക ഒരു സ്ട്രെസ് റിലീഫ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞൊരു 1 ഇയർ പോയത്. അപ്പം ലാസ്റ്റ് എല്ലാം നല്ല അടിപൊളിയായിരുന്നതിൽ സന്തോഷം. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാ